നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കൂട്ടുകറിന് എന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ അതിനായിട്ട് ചേമ്പിൻ്റെ താള്, പിന്നെ കപ്പ, ഇവിടെ എല്ലാ കറികളിലും ഇങ്ങനെ ചെമ്മീൻ ഇടും. ചെമ്മീൻ ഇഷ്ടമില്ലാത്തവർക്ക് പരിപ്പാലിട്ടാൽ മതി. പിന്നെ പപ്പായ, ഇത് 4 കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോണത്. കപ്പ വെള്ളം ഊറ്റിയതിന് ശേഷം നമ്മൾ കുക്കറിലിടുള്ളൂ. നമുക്കിതെല്ലാം ചേർത്ത് കുക്കറിലിട്ട് വേവിക്കുക. അതിന് ചെമ്മീൻ ആദ്യം ഇടും, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ചെമ്മീനൊന്ന് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, എന്ന് വെച്ചാൽ ചേമ്പിൻ്റെ താളിൽ നന്നായി വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് അധികം വെള്ളം കാര്യമില്ല. പിന്നെ പപ്പായ കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഉള്ള സാധനങ്ങൾ. താളും കപ്പയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. കപ്പ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച്, അപ്പോൾ നമുക്കത് താളിലേക്ക് എടുത്തിടാം. ഇനി നമുക്ക് മൂടി വെച്ച് 2-3 വിസിലടിപ്പിക്കാം. നമ്മൾ അരപ്പിനായിട്ട് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, കുറച്ച് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, ഇത്രയാണ്. ഇതെല്ലാം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ താളും കപ്പയും പപ്പായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വേറെ പലതൊക്കെ ചേർക്കും. ഇവിടെ ഇത്രേ കിട്ടിയുള്ളൂ ആളുകൊണ്ടല്ല. നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെറുതെ വേണമെങ്കിലും കഴിക്കാം, ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊന്ന് ചെയ്യണേ. താങ്ക് യു.